ശമ്പള നിഷേധത്തിനും തൊഴിലാളി ദ്രോഹത്തിനുമെതിരെ ജമാഅത്തെ ഇസ്ലാമി മുഖപത്രമായ മാധ്യമത്തിന്റെ കോഴിക്കോട് ആസ്ഥാനത്തിന് മുന്നിൽ തൊഴിലാളികളുടെ ഉപവാസ സമരം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് 24 മണിക്കൂർ ഉപവാസം വെള്ളിമാടുകുന്ന പുരോഗമിക്കുന്നത്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റജിയുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം. 5 മാസത്തിലധികമായി ശമ്പളം ലഭിക്കാതായതോടെയാണ് ജീവനക്കാർ ജോലി ബഹിഷ്കരിക്കാതെ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. മാനേജ്മെന്റിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും തൊഴിലാളികൾ വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. 138 ജീവനക്കാർ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലും നിഷേധാത്മക നിലപാട് മാധ്യമ മാനേജ്മെന്റ് ആവർത്തിച്ചതോടെയാണ് ഇത്തരമൊരു സമരത്തിലേക്ക് നീങ്ങിയതെന്ന് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റജി പറഞ്ഞു. സ്വാഭാവികമായ നീതി, കാരണം പണിയെടുത്താൽ കൂലി കിട്ടുക എന്നുള്ള ഏറ്റവും സ്വാഭാവികമായ നീതി, അത് 5 മാസം വൈകിട്ടുള്ള കൂലിയുടെ ഒരു കൂലി വ്യവസ്ഥയാണ്. ആ ഒരു സ്വാഭാവിക നീതിക്ക് വേണ്ടിയുള്ള ഒരു സഹന സമരം അല്ലെങ്കിൽ ഒരു പോരാട്ടം ആണ് നമ്മൾ നടക്കുന്നത്. പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്ന മാനേജ്മെന്റ് സ്വന്തം ജീവനക്കാരുടെ പട്ടിണി കാണുന്നില്ലെന്നാണ് ജീവനക്കാരുടെ പ്രധാന പരാതി. 24 മണിക്കൂർ ഉപവാസ സമരത്തിന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമരത്തിന് പിന്തുണയുമായി എത്തുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.